106 ഹെക്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന 5 ബീച്ചുകളുടെ സംഗമം, നടക്കുന്നതിനും സൈക്ലിങ്ങിനുമുള്ള പ്രത്യേക ഏരിയ, എക്സർസൈസിനും വർക്കൗട്ടിനുമുള്ള സജ്ജീകരണങ്ങൾ, വാടകയ്ക്ക് ലഭിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളും സൈക്കിളുകളും, വീൽ ചെയറിലിരിക്കുന്നവർക്ക് പോലും ആസ്വദിക്കാവുന്ന ബീച്ച് ഫെസിലിറ്റീസ്, ദുബായ് RTA ബന്ധിപ്പിക്കുന്ന വാട്ടർ ടാക്സി സ്റ്റേഷൻ, ഫിഷിങ്ങിൽ താൽപ്പര്യമുള്ളവർക്കും ജെറ്റ് സ്കി, ബോട്ടിംഗ് എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കും പ്രത്യേക സ്ഥലങ്ങൾ. കാണാം അതിമനോഹരമായ ദുബായ് മംസാർ ബീച്ചിലെ കാഴ്ചകൾ. ദുബായിയുടെയും ഷാർജയുടെയും അതിർത്തി പ്രദേശമായിട്ടാണ് മംസാർ ബീച്ച് അറിയപ്പെടുന്നത്. നമ്മൾ നിൽക്കുന്നത് ദുബായ് സൈഡിലും മറുവശത്തായി കാണപ്പെടുന്നത് ഷാർജ മംസാർ ബീച്ചുമാണ്. ഏകദേശം 106 ഹെക്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കുളിക്കുന്നതിനും സൺബാത്തിനും ഉള്ള 5-ലധികം ബീച്ചുകൾ ഉൾപ്പെടുന്നു. കൂടാതെ ഇതിനോട് ചേർന്ന് മംസാർ പാർക്കും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികൾ സ്വീകരിക്കേണ്ടുന്ന ബീച്ച് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ നിന്നും ബീച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലേക്ക് എത്തുക സൈക്ലിങ്ങിനും വാക്കിങ്ങിനും വേണ്ടിയുള്ള പ്രത്യേക ട്രാക്കുകളാണ്. എന്നാൽ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇവിടെയുള്ള ഈ ഒരു വീൽ ചെയർ ആക്സസ് ആണ്. വീൽ ചെയറിലിരിക്കുന്നവർക്കും ഈ ഒരു ബീച്ചിൽ എത്തുവാനും ഇവിടുത്തെ ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യുവാനും ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള പ്രത്യേക പാതയാണ് ഇത്. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഈ സ്കൂട്ടറുകളുടെയും സൈക്കിളുകളുടെയും വലിയ ശേഖരം കാണുവാൻ സാധിക്കും. ഇത് നമുക്ക് വാടകയ്ക്ക് എടുക്കുവാനായി ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ബാർകോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. എക്സർസൈസ് ചെയ്യുവാനും വർക്കൗട്ട് ചെയ്യുവാനും താല്പര്യമുള്ളവർക്ക് ഒരു പ്രത്യേക ഏരിയ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്കായി നിരവധി ഉപകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ബീച്ചിലൂടെ കുറച്ചു നേരം നടക്കുവാൻ ഞാൻ തീരുമാനിച്ചു. നടന്ന് ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്താണ് എത്തിച്ചേർന്നത്. ഇവിടെ നിരവധി ആളുകൾ ഫിഷിംഗ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. മറ്റൊരു വശത്ത് കുറേ ആളുകൾ ജെറ്റ് സ്കി ഉപയോഗിക്കുന്നുമുണ്ട്. അവിടെ നിന്നും കുറച്ചു നടന്നപ്പോൾ എത്തിച്ചേർന്നത് ദുബായ് RTA കണക്ട് ചെയ്യുന്ന വാട്ടർ ടാക്സി സ്റ്റേഷനിലേക്കാണ്. ഇതുപോലെയുള്ള നിരവധി കോഫി ഷോപ്പുകളും ഇരുന്ന് കഴിക്കുവാനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. മംസാർ ബീച്ചിൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ മംസാർ പാർക്കിലേക്ക് എത്തിച്ചേരും. മംസാർ പാർക്ക് എന്ന് പറയുന്നത് നിരവധി സ്വിമ്മിംഗ് പൂളുകളുടെയും ഇൻഡോർ ആക്ടിവിറ്റികളുടെയും ബാർബിക്യൂ ചെയ്യാനുള്ള ഏരിയകളുടെയും ഒക്കെയും ഒരു സംഗമ വേദിയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അധികം വൈകാതെ വരുന്നതാണ്. ഈ ബീച്ചിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ അതിമനോഹരമായ പൂന്തോട്ടങ്ങളും ഈന്തപ്പനകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. ഇതിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഈ ഒരു ബീച്ചിനെ നമുക്ക് നല്ല ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷനായിട്ട് കരുതാവുന്നതാണ്. ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും ഇവിടെ നമുക്ക് എത്തിച്ചേരുവാനും സമയം ചെലവഴിക്കുവാനും സാധിക്കും. ഇതിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മംസാർ പാർക്കിലേക്ക് എൻട്രി ഫീ 5 ദിർഹംസ് ആണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇതിനെ കരുതാവുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ആശയങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കുറിക്കുവാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അതും ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.